പൊള്ളിപ്പോവും, കരിഞ്ഞു പോവും, കരിക്കട്ട പോലെ ആവും. തീർന്ന് തീർന്ന് പിന്നെ എല്ലാം തീർന്ന്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ സ്കിൻ സൈക്ലിംഗ് മെത്തേഡിനെ പറ്റിയിട്ടാണ്. റീസെന്റ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ്. ഞാനിപ്പോൾ ഏകദേശം അറൗണ്ട് ഒരു 3 monthsോളമായി ഇതിപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്താണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് എന്നും അത് ആർക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് എന്ന് അറിയാം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡെർമറ്റോളജിസ്റ്റ് റീസെന്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു 2-3 years ബാക്ക് ഉള്ള സ്റ്റഡീസിൽ അവർ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു സ്കിൻ കെയർ മെത്തേഡാണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ആണ്. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഈസി ആയിട്ടുമുള്ള എന്നാൽ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ. ഇറിറ്റേഷൻ ഞാൻ വരത്തില്ല എന്ന് പറയാൻ കാരണം നമ്മൾ റിക്കവറി ടൈം ഈ ഒരു സ്കിൻ സൈക്ലിംഗ് മെത്തേഡിൽ ഉണ്ട്. അതുകൊണ്ട് സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ അവര് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ്. ഇനി എന്താണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ്, ഏതൊക്കെ ദിവസം എത്ര ദിവസം എന്തൊക്കെ ചെയ്യണം എല്ലാം ഞാനിപ്പോൾ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളുടെ സ്കിന്ന്, അതായത് നോർമലി ഒരു യങ് ഏജിലുള്ള കാറ്റഗറീസിൽ ഉള്ള ഒരാൾക്ക്, അതായത് ഒരു 20 and below 20s വരുന്നവർക്ക് യൂഷ്വലി സ്കിന്ന് ഷെഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 28 days ആണ്. അതിന് മുകളിലോട്ടുള്ളവർ, അതായത് ഒരു 30+ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൂടും ഷെഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമുക്ക് ഉള്ള ഈ ഫസ്റ്റ് ലെയർ കുറച്ച് കഴിയുമ്പോൾ ഏജ് ആയിട്ട് ആ സ്കിന്ന് ഡെഡ് ആവും. അപ്പൊ ഡെഡ് സ്കിൻ ആവുമല്ലോ, ആ ഡെഡ് സ്കിന്ന് നമ്മളുടെ ഇനി വരാനുള്ള സ്കിന്നിന്റെ മേളിൽ ഇങ്ങനെ കോട്ടായിട്ടിരിക്കും. അത് ഷെഡ് നോർമലി ചെയ്യാൻ, അതായത് നാച്ചുറലി ചെയ്യാനായിട്ടാണ് 28 days എടുക്കുന്നത്. ഇനി 30+ ഏജ്, 30 to 30+ അങ്ങനെ വരുന്നവർക്കാണെങ്കിൽ 28 തൊട്ട് 35 days വരെ ഇത് നാച്ചുറലി ഷെഡ് ചെയ്യാൻ ടൈം എടുക്കും. അതിന് മുകളിലോട്ടാണെങ്കിൽ ഒരു 40+ 50 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 40 to up to 60 days വരെ നമുക്ക് ഈ ഷെഡ് ചെയ്യാൻ ടൈം എടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാല് യൂഷ്വലി നമ്മുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് ഡള്ളായിട്ടിരിക്കും, ടാൻ അടിച്ചതുപോലെ ഇരിക്കുക. കാരണം ഡെഡ് സ്കിൻ നമ്മളുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അത് ഷെഡ് ചെയ്യാൻ താമസിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ ഒരു കാണുക കൊച്ചിന്റെ മുഖം എന്താ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത്, അങ്ങനെ തോന്നത്തില്ലേ. ആ ഒരു സംഭവമാണ് ഈ ഒരു സ്കിൻ സൈക്ലിംഗ് മെത്തേഡിലൂടെ മാനുവലി നമ്മൾ അതിനെ, നമ്മളുടെ സ്കിൻ ഷെഡിങ്ങിനെ ഒന്ന് ഫാസ്റ്റ് ചെയ്യിക്കുക. ഈ മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഷെഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനൊരു റിക്കവറി ടൈം ഇവർ പറയുന്നുണ്ട്. ആ ടൈം ആയിട്ട് നമ്മൾ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു സൈക്ലിക് മെത്തേഡാണ്. 4 days കഴിഞ്ഞിട്ട് അടുത്ത 4 days, അടുത്ത 4 days, അങ്ങനെ 4 days കൂടുമ്പോഴാണ്. അപ്പൊ എന്താണ് നമുക്ക് ഈ 4 days ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യുവാണ് നമ്മളുടെ സ്കിന്നിനെ ചെയ്യുന്നത്. അതിന് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് HA/BHA ആണ്. HA/BHAയുടെ സെറംസ് അല്ലെങ്കിൽ പീലിംഗ് സൊല്യൂഷൻ, HA/BHA ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ HA/BHA എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയന്റ് ആണ്. സോ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകൾക്കാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ടേക്കാട്ടിലും ഓപ്പോസിറ്റ് ആവും. സോ എന്ത് യൂസ് ചെയ്താലും ഒന്നെങ്കിൽ നമ്മളുടെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റുമായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തുക ഇത് നമ്മുടെ സ്കിന്നിന് പറ്റും എന്ന് അവർ ഓക്കെ പറയണം. ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു യൂട്യൂബർ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യാമെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അപ്പം നമ്മൾ ഫസ്റ്റ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക്, കുറച്ച് 20 വയസ്സ് താഴെയുള്ള ഒരു 18 വയസ്സുള്ളവർക്കൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിത് സജസ്റ്റ് ചെയ്യില്ല, റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ളവർ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ടേ ഇത് യൂസ് ചെയ്യാവൂ. ഇനിയിപ്പോൾ ഇത് യങ് ഏജിലുള്ളവർ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും അവർക്ക്
കൂടുതൽ റിക്കവറി ഡേ കൊടുക്കുക. ഇതിപ്പം ഡെർമറ്റോളജിസ്റ്റുകൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് 4 days ആണെങ്കിലും നമുക്ക് അതിൽ ഈ 4 days 2 days റിക്കവറി ഡേയ്സ് ആണ്. ഈ റിക്കവറി ഡേയ്സ് ഈ യങ് ഏജിലുള്ളവരെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ റിക്കവറി ഡേയ്സ് ഒരു 3 to 4 days അല്ലെങ്കിൽ 5 days നമ്മളുടെ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ആ റിക്കവറി ഡേയ്സ് കൂട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി AHA BHA യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് കുറച്ചുകൂടെ മൈൽഡർ ആയിട്ടുള്ള വേർഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ മാൻഡിലിക് ആസിഡ്. അപ്പം എന്താണ് പ്രൊസീജിയർ എന്ന് പറയാം. ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്തു. AHA BHA അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് മാൻഡിലിക് ആസിഡ് അങ്ങനെ എന്തെങ്കിലും ഉള്ള എക്സ്ഫോലിയന്റ് വെച്ചിട്ട് നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്തു. അങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്ത ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ സ്കിന്നിലോട്ട് നമ്മൾ സെക്കൻഡ് ഡേ റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെറ്റിനോൾ അങ്ങനെ യൂസ് ചെയ്യാത്തവർ അല്ലെങ്കിൽ സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺസെൻട്രേഷൻ കുറവായിട്ടുള്ള റെറ്റിനോൾസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെറംസ് ആണ് കൂടുതൽ എഫക്റ്റീവ്. പക്ഷെ ഈ സ്റ്റാർട്ടേഴ്സ് ആദ്യം പയ്യെ കുറച്ച് ക്രീമിൽ, അതായത് അതിന്റെ കോൺസെൻട്രേഷൻ കുറവുള്ള ക്രീംസ് യൂസ് ചെയ്ത് പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ റെറ്റിനോൾ കൊടുത്തു. ഈ റെറ്റിനോൾ നമുക്ക് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പൊ യങ് ഏജിലുള്ളവരാണെങ്കിൽ 20 ബിലോ 18+20 ബിലോ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 25 ആണെങ്കിലും ഞാൻ പറയും 25 എബോ തൊട്ട് റെറ്റിനോൾ യൂസ് ചെയ്താൽ മതി. എന്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് 25 ശേഷമാണ് ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 25 അല്ലെങ്കിൽ 26 കഴിഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ഈ 25 മുമ്പുള്ളവരാണെങ്കിലും റെറ്റിനോളിന് പകരം കുറച്ചുകൂടെ ജെന്റിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. യങ് ഏജിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ബക്കുച്ചിയോൾ അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ്, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ അടങ്ങുന്ന സെറംസും ക്രീംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ സെക്കൻഡ് ഡേ നമ്മൾ ഈ ഫ്രഷ് ആയിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെറ്റിനോൾ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ളവർക്ക് ബക്കുച്ചിനിയോൾ അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളുടെ സെക്കൻഡ് ഡേ കഴിഞ്ഞു. ആൻഡ് തേർഡ് ഡേ ആൻഡ് ഫോർത്ത് ഡേ കംപ്ലീറ്റ്ലി റിക്കവറി ഡേ ആണ്. ഇതെല്ലാം നൈറ്റ് റൊട്ടീൻ ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് പോലെ തന്നെ നൈറ്റ് ചെയ്ത് ചെയ്യാവുള്ളൂ. രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പോകും. അതുകൊണ്ട് നമുക്കിത് നൈറ്റ് തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ തേർഡ് ഡേയും ഫോർത്ത് ഡേയും നമുക്ക് റിക്കവറി ഡേ ആണ്. റിക്കവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സ്കിന്നിന് നല്ല ആക്റ്റീവ്സ് ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ ആക്റ്റീവ്സ് നമ്മുടെ സ്കിന്നുമായിട്ട് ഇതാവാൻ വേണ്ടിയിട്ട്, സ്കിന്നിന്റെ ബാരിയറിനെ ഒന്നും നശിപ്പിക്കാതെ നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ടും, സ്കിന്നിന്റെ ബാരിയർ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ റിക്കവറി ഡേ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യങ് ഏജിലുള്ളവരാണെങ്കിൽ ബിലോ 25, അല്ലെങ്കിൽ 25 തന്നെ പറയും, ബിലോ 25 ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് ഈ റിക്കവറി ഡേ, നമുക്ക് എന്തായാലും ആഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ. അപ്പൊ ഈ റിക്കവറി ഡേ എന്ന് പറഞ്ഞ ഈ 2 days കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 5 days 5 days നമുക്ക് വേണമെങ്കിൽ റിക്കവറി ഡേ ആക്കാം. അല്ലെങ്കിൽ ഒരു 3 എന്നുള്ളത്, ഈ 2 എന്നുള്ളത് 3ഉം 4ഉം days റിക്കവറി ഡേ ആക്കാം അക്കോർഡിംഗ് ടു യുവർ സ്കിൻ. അപ്പോൾ അങ്ങനെ നമുക്ക് റിക്കവറി ഡേ ചെയ്യാം. അല്ലാത്തവർക്ക് ഈ 25+ അധികം ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തവര്, ഈ റെറ്റിനോളൊക്കെ നല്ല രീതിയിൽ നേരത്തെ തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പഴക്കമുള്ളവർ, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഈ റെറ്റിനോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണ് എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ 4 days കഴിഞ്ഞിട്ട് വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും ഈ 4 days കഴിഞ്ഞിട്ട് 5th day വീണ്ടും AHA BHA എക്സ്ഫോലിയേറ്റ് ചെയ്യുക. സെക്കൻഡ് ഡേ വീണ്ടും റെറ്റിനോൾ കൊടുക്കുക. വീണ്ടും 2 ദിവസം ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഈ ബ്രേക്ക് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ല, ഒരു ക്രീം പോലും ഇടാൻ പാടില്ലെന്നല്ല. നിങ്ങൾക്ക് നല്ല സെറമൈഡ് റിച്ച് ആയിട്ടുള്ള ക്രീം. സെറമൈഡ്സിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ സ്കിന്നിന്റെ ബാരിയറിനെ സൂപ്പറാക്കി വെക്കും. സ്കിൻ ബാരിയർ പൊട്ടിപ്പൊളിയ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് നമുക്ക് ശരിക്കും ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുന്നത് നമ്മുടെ സ്കിൻ ബാരിയറിന് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ആ സ്കിൻ ബാരിയറിന്റെ ഇഷ്യൂസ് ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് സെറമൈഡ്സ്. അപ്പൊ സെറമൈഡ്സ് റിച്ച് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം നൈറ്റ് കിടക്കുമ്പോൾ. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് സിറം,
അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് സിറംസ് ഉള്ള ക്രീംസ് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കുറച്ച് മോയ്സ്ചേഴ്സ് ലോക്ക് ചെയ്യാനും നമുക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഹൈലറോണിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഈ റിക്കവറി ഡേയ്സിൽ നമ്മൾ നൈറ്റ് റൂട്ടീനിൽ ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ആക്റ്റീവ്സ് ആയിട്ടുള്ള വേറെ സിറംസ് ഒന്നും ഈ റിക്കവറി ഡേയ്സിൽ നമ്മൾ യൂസ് ആക്കണ്ട. ഇനി നമുക്ക് ഈ സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് ചെയ്യുന്നവർ അപ്പൊ രാവിലെ റൊട്ടീൻ ചെയ്യണം. നിങ്ങളുടെ യൂഷ്വൽ സ്കിൻ കെയർ ചെയ്യുക. പക്ഷെ ഞാൻ വൈറ്റമിൻ സി അങ്ങനെയുള്ളതൊന്നും പറയത്തൊന്നുമില്ല. കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളതൊന്നും രാവിലെ ഈ 2 ദിവസം, അതായത് നമ്മൾ ഈ AHA യൂസ് ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ, റെറ്റിനോൾ യൂസ് ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ ഈ ആക്റ്റീവ്സ് ആയിട്ടുള്ള സെറംസ് യൂസ് ചെയ്യേണ്ട. ബട്ട് ഡോണ്ട് ഫോർഗറ്റ് യുവർ സൺസ്ക്രീൻ ഇടാതെ ഈ 2 ദിവസത്തിന് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ രാവിലെ പുറത്തിറങ്ങിയാൽ പൊള്ളിപ്പോവും, കരിഞ്ഞു പോവും, കരിക്കട്ട പോലെ ആകും, കുരു വരും, ഈ പറയുന്ന എല്ലാ സാധനവും റിവേഴ്സ് ആകും. കാരണം നമ്മൾ അത്രയും വലിയ 2 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഫേസിലോട്ട്, നമ്മളുടെ സ്കിന്നിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ സൺസ്ക്രീൻ ഇടാതെ ഇറങ്ങിയ തീർന്ന് പിന്നെ എല്ലാം തീർന്ന്. അതുകൊണ്ട് സൺസ്ക്രീൻ ആണ് ഇതിന്റെ മെയിൻ ആള്, ഓർത്തോണം. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഡെയിലി സൺസ്ക്രീൻ ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ഒരു പരിധി വരെയുള്ള സ്കിന്നിന്റെ ഇഷ്യൂസ് ഒക്കെ നന്നായി മാറും. അപ്പം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ, എന്ത് തൊട്ടാലും പിടിച്ചാലും ഒക്കെ ഒരു ചറപറപൊട്ടിയൊക്കെ വരുന്ന സ്കിന്നുകളാണെന്നുണ്ടെങ്കിൽ ഈ സ്കിൻ സൈക്ലിംഗ് മെത്തേഡിൽ ഇത്രയും ആക്റ്റീവ്സ് ചെയ്യുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എല്ലാം പാസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ലോവർ കോൺസെൻട്രേഷനിൽ ഭയങ്കര കുറവായിരിക്കണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് വന്നാൽ മതി. പിന്നെ ഈ സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു സ്കിൻ കെയർ റൊട്ടീൻ കിട്ടും. അതുപോലെ തന്നെ ഇതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് മൂലം നമുക്ക് സെലിബ്രിറ്റീസിനെ പോലുള്ള ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് ഷുവർ ആണ് ഒരു 6 to 8 അല്ലെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് അത് അച്ചീവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ റിക്കവറി ഡേ പ്രോപ്പറായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ ഇറിറ്റേഷൻസോ സ്കിന്ന് പൊട്ടുവോ പൊളിയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ റിക്കവറി ഡേ നമ്മൾ വിട്ട് ആദ്യത്തെ റിക്കവറി ഡേ ചെയ്തപ്പോൾ ഓക്കെ എൻ്റെ ഫേസ് ഒന്ന് ഫെയറായി, എന്നാൽ പിന്നെ കുറച്ച് റിക്കവറി ഡേ കുറച്ചിട്ട് 3 ഡേ കഴിഞ്ഞിട്ട് അടുത്ത ഡേ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യരുത്. റിക്കവറി ഡേ എത്രയും കൊടുക്കുന്നോ അത്രയും തന്നെയാണ് നമ്മുടെ സ്കിന്നിന് സൂപ്പർ. ഇപ്പൊ ഞാൻ ഇപ്പോൾ 25+ ആണ്, എന്നാൽ 30 റീച്ച് ആയിട്ടില്ല. 25-നും 30-യുടെയും മധ്യത്തിലാണ്. അപ്പൊ ഞാൻ ആ ഒരു ഏജിൽ ഞാൻ ഇപ്പൊ എന്നാ പോലും എനിക്ക് 4 ഡേയ്സ് കഴിയുമ്പോൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ സെൻസിറ്റീവ് സ്കിൻ അല്ല. പൊട്ടിപ്പൊളിയുന്ന ടൈപ്പ് പെട്ടെന്ന് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അങ്ങനെ അങ്ങ് ഇതാവുന്നില്ല. നേരത്തെ ആയിരുന്നു, പക്ഷെ ഇപ്പല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ എൻ്റെ ഒരു അഷുറൻസിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ഡേയും കൂടെ കൂട്ടി ഞാൻ റിക്കവറി കൊടുക്കാറുണ്ട്. അതായത് ഒരു 2 ഡേയ്സ് എന്നുള്ളത് ഞാൻ 3 ഡേയ്സ് കൊടുക്കാറുണ്ട്. അത് ഇപ്പൊ ഈ 4 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് കൊടുത്തെങ്കിലും അത് അങ്ങനെ ഫോളോ ചെയ്യണം എന്നല്ല. ഇപ്പൊ നമ്മളുടെ സ്കിന്നിന് ഇപ്പൊ 2 ഡേ പോരാ. ഇപ്പൊ എന്റെ 2 ഡേ എനിക്ക് തോന്നാണ് ഇപ്പൊ എന്റെ 2 ഡേ കൊണ്ട് എന്റെ സ്കിന്നിന്റെ ബാരിയേഴ്സ് ഒക്കെ ഓക്കെ ആയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2, 3, 4 ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ റിക്കവറിയുടെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. പിന്നെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ മോർണിംഗ് റൊട്ടീനിൽ ഞാൻ പറഞ്ഞ ആക്റ്റീവ്സ് സെറംസ് യൂസ് ചെയ്യേണ്ട. അല്ലാത്ത നമുക്ക് ജെന്റിൽ ആയിട്ടുള്ള സെറംസ് ഒക്കെ യൂസ് ചെയ്യാം. പ്ലസ് നമ്മളുടെ മോർണിംഗ് റൊട്ടീൻ ഒക്കെ ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, ഈ സ്കിൻ സൈക്ലിംഗ് ഡേയിൽ നമ്മൾ ഈ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഡബിൾ ക്ലെൻസ് ചെയ്യുക. നമ്മൾ നൈറ്റ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്ലെൻസ് ചെയ്യുക. ഡബിൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫസ്റ്റ് ഡേ എക്സ്ഫോലിയേറ്റ് യൂസ് ചെയ്യാനും ഒക്കെ. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ഒക്കെ നമുക്ക് ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. അതായത് ഫസ്റ്റ് ഡേ ഞാൻ ഇപ്പം മൺഡേ നോക്കാം. മൺഡേ ഞാൻ ഇപ്പൊ എക്സ്ഫോലിയേറ്റ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്തു. 3rd, 4th, 5th ഞാൻ റിക്കവറി കൊടുത്തേക്കുവാണ്. അപ്പൊ 5 ഡേയ്സ് കഴിഞ്ഞു, ഒരാഴ്ചയില് റിക്കവറി കൊടുത്തു. 6 and 7 ഞാൻ എൻ്റെ നൈസരമീഡ് അതുപോലെ തന്നെ വൈറ്റമിൻ സി അങ്ങനെയുള്ള എല്ലാ സെറംസും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് റൊട്ടീനിൽ യൂസ് ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഈ 5th
സോറി ഈ 6th 7th വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ മറ്റേ ഫേസ് മാസ്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡേ ആണ് എൻ്റെ ഈ 6th 7th എന്നും പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ പറയില്ലേ ഈ ഡോക്ടേഴ്സ് ഡെറൈവ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റ് 4 days തന്നെ ചെയ്യണം എന്നില്ല. ബ്രേക്ക് എത്ര വേണമെന്ന് നമ്മളാണ് ഇതാക്കുന്നത്, നമ്മളുടെ സ്കിന്നിനനുസരിച്ചാണ് ബ്രേക്ക്. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 4 days ആയിരിക്കും കുറച്ചും കൂടെ റിസൾട്ടും തരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല ഈ യങ് ഏജിലുള്ളവർക്ക് ഒരിക്കലും ഈ 4 days ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞ് ഇളം എന്താണ് പറയുന്നത്, ഇളം സ്കിന്നാണ്, ലൈറ്റ് സ്കിന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവരിത് 4 days കഴിഞ്ഞ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാവാം. അവരെന്തിനാണോ ഈ ഒരു സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ നേരെ എക്സ്ട്രീം വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് സ്കിന്നിൽ ഉണ്ടാവാം. അപ്പം നമ്മളുടെ സ്കിന്നിനനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്, നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്കിൻ സൈക്ലിംഗ് മെത്തേഡിന്റെ ദോഷം അതായിരിക്കും. കാരണം ഈ യങ് ഏജിലുള്ളവര്, സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ളവര്, ഈ യാതൊരുവിധ ആക്റ്റീവ്സും മുമ്പ് യൂസ് ചെയ്യാത്തവർക്ക്, അവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ സ്കിന്നിന് ഇത് ന്യൂ ആണ്. അവരുടെ സ്കിന്നിന് ഇതിനെ പറ്റി അറിയത്തില്ല. അല്ലെങ്കിൽ അവര് പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ഒരു ഹൈ കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്കിന്ന് ചിലപ്പോൾ ഭയങ്കര മോശമാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഇതൊരു നെഗറ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ലോവർ കോൺസെൻട്രേഷനിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്താലും മതി. അപ്പം ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗുഡ് ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതായിരിക്കും, ക്ലിയർ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് സ്കിൻ സൈക്ലിംഗ് മെത്തേഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ മോർണിംഗ് റൊട്ടീൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മോർണിംഗ് റൊട്ടീൻ ചെയ്യണം. ഞാൻ പറഞ്ഞ 2 days നമ്മൾ ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ നെവർ സ്കിപ്പ് യുവർ സൺസ്ക്രീൻ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ റൊട്ടീൻ എങ്ങനെയാണോ മോർണിംഗ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്കിൻ സൈക്ലിംഗ് മെത്തേഡ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളതും എൻ്റെ എക്സ്പീരിയൻസും. നിങ്ങൾ ആരെങ്കിലും ഈ സ്കിൻ സൈക്ലിംഗ് മെത്തേഡ് യൂസ് ആക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് പറ്റുമെങ്കിൽ കേട്ടോ, ഞാൻ ഓപ്ഷണലാണ്, ഏജും അല്ലെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടാലും മതി. ഞാനൊരു 20-ലും 30-ലും ഇടയ്ക്കാണ്, അങ്ങനെ പറഞ്ഞിട്ടാൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ ഏജും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പും നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും, അതായത് ഈ AHA/BHA ഏതാണോ അല്ലെങ്കിൽ എക്സ്ഫോലിയന്റ് ഏതാ യൂസ് ചെയ്യുന്നത്, റെറ്റിനോൾ ഏത് കമ്പനി ബ്രാൻഡിന്റെ ആണ്, അങ്ങനെ യൂസ് ചെയ്യുന്ന ഏതാണെന്നുള്ളതും നിങ്ങളുടെ സ്കിൻ ടൈപ്പും കൂടെ മെൻഷൻ ചെയ്തൊന്ന് കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അതേ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും അത് ഗുണാകുമല്ലോ. ഞാൻ ഇങ്ങനെ വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ കൊടുക്കുന്ന പ്രൊഡക്ട്സിനെക്കാട്ടിൽ ഇപ്പൊ എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചായിരിക്കത്തില്ല. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും വേറെ പലർക്കും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പം അങ്ങനെയുള്ളവരും കമന്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും പറയണം. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, ഞാൻ പറയുന്നതിൽ തെറ്റുകൾ അതൊക്കെ ക്ഷമിച്ചേക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അതുപോലെ തന്നെ അടുത്ത എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന പറഞ്ഞിട്ട് ദിസ് ഈസ് മുക്കുത്തി വ്ലോഗ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.